ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ ആം ആദ്മിക്ക് കനത്ത തിരിച്ചടി. മദ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ അനുമതി നൽകി. ലഫ്റ്റനന്റ് ഗവർണറുടെ റിപ്പോർട്ടിന്മേൽ ആഭ്യന്തര മന്ത്രാലയമാണ് അനുമതി നൽകിയത്. അതേസമയം പ്രചാരണത്തിന് പ്രധാനമന്ത്രിയുടെ വ്യാജ ഫോട്ടോ ഉപയോഗിച്ചതിന് ആം ആദ്മിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ മുൻ മുഖ്യമന്ത്രിയും പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യാൻ അനുമതി നൽകിയത് ആം ആദ്മിക്ക് കനത്ത തിരിച്ചടിയാണ്. ഇഡിയുടെ അപേക്ഷ പ്രകാരം ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന നൽകിയ റിപ്പോർട്ടിന്മേലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി. മദ്യനയത്തിലെ ക്രമക്കേട് കാരണം സർക്കാർ ഖജനാവിന് 2026 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്ന CAG റിപ്പോർട്ട് പുറത്തുവന്നതിന് പിറകെയാണ് നേതാക്കളെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയത്. മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ കെജ്രിവാളാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പ്രചാരണ പ്രവർത്തനങ്ങളിലെ നിയമലംഘനങ്ങളിൽ ആം ആദ്മിക്കെതിരെ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും AI നിർമ്മിത വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചതിനാണ് ഡൽഹി നോർത്ത് അവന്യൂ പോലീസ് കേസെടുത്തത്. സർക്കാർ വാഹനം പ്രചാരണ സാമഗ്രികൾ കൊണ്ടുപോകാൻ ഉപയോഗിച്ചതിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അതിഷി മെർലനെതിരെയും കേസെടുത്തിരുന്നു. ജനം, ഡൽഹി.